കാസർഗോഡ് ജില്ലയിൽ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് മേഖലാതല സമ്മേളനങ്ങൾക്ക് തുടക്കമായി. നീലേശ്വരത്തെ ഗ്രാൻഡ് വ്യൂ റെസിഡൻസിയിൽ നടന്ന നീലേശ്വരം മേഖലാ സമ്മേളനം സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyanad. Also at Kannur, Irati and Pattambi. ദേശീയപാതയിലെ നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷൻ സർവീസ് റോഡിൽ രാവിലെയും വൈകുന്നേരവും ദീർഘസമയത്തോളം അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന എംബാങ്ക്മെന്റ് പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിന് മറ്റൊരു വഴിയായ കച്ചേരിക്കടവ് പാലം അടിയന്തരമായി യാഥാർത്ഥ്യമാക്കണമെന്നും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് നീലേശ്വരം മേഖലാതല സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. നീലേശ്വരത്തെ ഗ്രാൻഡ് വ്യൂ റെസിഡൻസിയിൽ വെച്ച് നടത്തിയ സമ്മേളനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുത്തക കമ്പനികളോട് ശക്തമായ മത്സരം നടത്തിയാണ് കേരളത്തിൽ കേബിൾ ടിവി മേഖലയിലും ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് മേഖലയിലും COA പരിമിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് സേവനമെത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വൈവിധ്യവൽക്കരണത്തിലൂടെ കേരള സമൂഹത്തിൽ പ്രത്യേകം സ്ഥാനമുണ്ടാക്കാൻ COA എന്ന കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞത് കൃത്യമായ സേവനവും സാമൂഹിക പ്രതിബദ്ധതയിലധിഷ്ഠിതമായ പ്രവർത്തനത്തിലൂടെയാണെന്നതും ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരോട് വേണ്ടൊരു സംരംഭം രീതിയിലേക്ക് വരികയും ഈ മേഖലയിൽ രണ്ട് രീതിയിൽ, ഒന്ന് ഈ മേഖലയിൽ ഇത്തരം വലിയ കമ്പനികളുമായിട്ട് മത്സരിച്ച് നിൽക്കണമെങ്കിൽ ചെറുകിട ഓപ്പറേറ്റർമാർക്ക് അതിനനുസരിച്ച് അവരുടെ സർവീസ് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, അവരോട് മത്സരിക്കാനുള്ള രീതിയിലൊരു സൗകര്യം അവർക്കുണ്ടാകേണ്ടത്. അപ്പം അതുകൊണ്ടാണ് അസോസിയേഷൻ തലത്തിലൊക്കെ തന്നെ നമ്മൾ ചെറുകിട വ്യവസായമല്ല എന്ന് തിരിച്ചറിയുകയും ഈ രംഗത്തേക്ക് വലിയ വൻകിട കമ്പനികളൊക്കെ കടന്നു വരുന്നുണ്ടെന്നും അപ്പം അതനുസരിച്ചുള്ള പ്രവർത്തന രീതി വേണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആദ്യമായിട്ടുള്ള ഓരോ മേഖലാ തലത്തിലും മറ്റുമൊക്കെ ഓപ്പറേറ്റർമാരെ ഏകീകരിച്ചുകൊണ്ട് ഹെഡന്റുകൾ രൂപപ്പെട്ടു. അതിനുശേഷം നമ്മളത് ജില്ലാ തലത്തിൽ അത്തരം ഹെഡന്റുകൾ ഉണ്ടാക്കുകയും സംസ്ഥാന തലത്തിൽ നമ്മൾ SCC എന്നൊക്കെ രൂപം കൊടുത്തായിരുന്നു. ചടങ്ങിൽ COA നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷനായി. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് മേഖലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CCN ചെയർമാൻ K പ്രദീപ് കുമാർ കമ്പനി റിപ്പോർട്ടും അവതരിപ്പിച്ചു. CD സുകേഷ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും PK സുധീരൻ അനുശോചന പ്രമേയവും ശ്രീജിത്ത് അച്ചാന്തുരുത്തി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, COA ജില്ലാ പ്രസിഡന്റ് BV മനോജ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കേപ്പാക്കും, ജില്ലാ ട്രഷറർ P വിനോദ്, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ, കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി, NMCN ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. KV രാജീവൻ സ്വാഗതം പറഞ്ഞു. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഉപ്പിലിക്കൈ വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച കേബിൾ ടിവി ഓപ്പറേറ്റർ അനിൽ വാഴുന്നോറടിയെ വേദിയിൽ ആദരിച്ചു. മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ക്യാരംസ് ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവയിലെ വിജയികൾക്കുള്ള സമ്മാനദാനം COA സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര നിർവഹിച്ചു. COAയുടെ സ്ഥാപക നേതാവായ അന്തരിച്ച NH ചന്ദ്രന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. COA നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി KV രാജീവനെയും സെക്രട്ടറിയായി PR ജയചന്ദ്രനെയും ട്രഷററായി CV സുകേഷ് കുമാറിനെയും തെരഞ്ഞെടുത്തു. M മനോജ് കുമാർ വൈസ് പ്രസിഡന്റായും P മജീഷ് ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. റൈറ്റ് ഓഫ് വൈ നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് KSEB കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് വൈദ്യുതി തൂണുകൾക്ക് 100 രൂപ മാത്രം ഈടാക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.